GCD ന്യൂസ് എല്ലാ മേഖലയിലേക്കും കടന്നു ചെല്ലുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഇന്നലെ തിരുവിഴത്തിൻ്റെ തൊട്ടുപുറകിലുള്ള ശിവശക്തി എന്ന ക്ലബിൻ്റെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുകയും അതിൽ ഡ്രഗ്സുമായിട്ടോ അല്ലെങ്കിൽ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും ഒരു എക്സൈസ് ഉദ്യോഗസ്ഥൻ തന്നെ ഓട്ടം തുള്ളൽ കലാരൂപത്തിൽ ജനങ്ങളെ ബോധവൽക്കരിക്കുന്ന ഒരു പരിപാടി ഉണ്ടാക്കി. അതിൽ അദ്ദേഹത്തെ ആദരിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ആലപ്പുഴ GCD ജില്ലാ ചെയർമാനായിട്ടുള്ള ശ്രീ രാമചന്ദ്രൻ സാറും ഞാനും അവിടെ എത്തിയത്. അദ്ദേഹത്തിനെ കുറിച്ച് അറിയാൻ സാധിച്ചത് വിശാഖപുരം ക്ഷേത്രത്തിൽ ഒരു ഓട്ടംതുള്ളൽ കലാരൂപം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ ചിന്തയും ഇതിനെപ്പറ്റി അറിയാൻ സാധിക്കുകയും ചെയ്യും. എന്തായാലും അദ്ദേഹത്തിനെ ഞങ്ങൾക്കൊന്ന് ആദരിക്കണമെന്ന് തോന്നി. GCD പേരിൽ ഞങ്ങൾ പോയി ആ ചടങ്ങിൽ വെച്ചിട്ട് അദ്ദേഹത്തെ ആദരിക്കുകയും അതുപോലെ തന്നെ ഈ ബോധവൽക്കരണ ക്ലാസ്സുമായിട്ട് അർത്തങ്കൽ പോലീസ് ഓഫീസറായിട്ടുള്ള സാറും അതുപോലെ തന്നെ മറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള നിന്നുള്ള ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാണ്ട് ആ ക്ലബിൻ്റെ തന്നെ നിരവധി പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ രാജ്യത്ത് നടക്കുന്ന ഇതുപോലുള്ള ചില പ്രവർത്തനം അത് വളരെ നല്ല കാര്യമാണ്. കാരണം കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ നമുക്ക് ദിവസവും വാർത്തയിലൂടെ കാണാൻ സാധിക്കുന്നതാണ് കുട്ടികളുടെ വഴിപെട്ടുള്ള ചില രീതികളെല്ലാം. അതിന് ഇതുപോലെ കലാരൂപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഓരോരുത്തരും എക്സൈസ് ആയിക്കോട്ടെ, പോലീസ് ഉദ്യോഗസ്ഥന്മാരായിക്കോട്ടെ, ക്ലബ്ബ് ഭാരവാഹികളായിക്കോട്ടെ, ഇങ്ങനെ ജനങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് ഇങ്ങനെ ഇതിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുമ്പോൾ നല്ല കാര്യമാണ് എന്ന് ഞങ്ങൾക്കും തോന്നിയതിൻ്റെ ഭാഗമായിട്ടാണ് GCD ന്യൂസ് ഞങ്ങളത് ഫുള്ള് കവറേജ് ചെയ്ത്. എന്തായാലും ഈ പങ്കെടുത്ത നമ്മുടെ ജയരാജ് സാറിനും അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്കും അതിൻ്റെ ക്ലബിൻ്റെ ഭാരവാഹികൾക്ക് എല്ലാവർക്കും തന്നെ ഞങ്ങൾ ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുകയാണ് GCD പേരിൽ. താങ്ക് യു. GCD ന്യൂസ് ചാനലിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആലപ്പുഴ റിപ്പോർട്ടറാണ്. ഞങ്ങളുടെ ഗ്ലോബൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ന്യൂസ് ചാനലാണ്. ഇന്ന് സാറുമായിട്ട് ഞങ്ങൾക്ക് കാണാൻ അവസരം കിട്ടി. സാറിന്റെ പേരെങ്ങനെയാണ്? എന്റെ പേര് ജയരാജ് എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിലെ മട്ടാഞ്ചേരി റേഞ്ചിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടറാണ്. എന്റെ സ്വദേശം ആലപ്പുഴ കഞ്ഞിക്കുഴി 13-ാം വാർഡിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ സാർ ഈ കലയായിട്ട് നല്ല നേരത്തെ പരിശീലനം ഉണ്ടോ? ഞാൻ ശരിയൊരു ഓട്ടംതുള്ളൽ കലാകാരനല്ല. ഞാനത് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടും ഇല്ല. ഒരു 11 ദിവസം വയലാർ സന്തോഷം എന്ന് പറയുന്ന ഒരു മാഷിന്റെ ഒക്കെ പോയി 11 ദിവസം ചുവടുകളൊക്കെ പഠിച്ചു. അദ്ദേഹവും വയലാർ മധു, മരുത്തറവട്ടം കണ്ണൻ എല്ലാം കൂടെ ചേർന്ന് ഒരു ചിട്ടപ്പെടുത്തി എന്നെ ഈ പരുവത്തിലാക്കി എടുത്തതാണ്. ശരിക്കും തന്നെ ഇതിന്റെ ഒരു അടിസ്ഥാനമില്ല എനിക്ക് ശരിക്കും ഓട്ടംതുള്ളലിന്റെ. ഇതിൽ കൂടി സാറ് ഉദ്ദേശിക്കുന്ന ഈ ബോധവൽക്കരണത്തിൽ ഉദ്ദേശിക്കുന്ന എന്താണ്? നമ്മള് ബോധവൽക്കരണ ക്ലാസ്സുകൾ ഒരുപാട് നടക്കുന്നുണ്ട്, നാടകങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ തന്നെ. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് എന്റെ ഒരു സുഹൃത്തായ രമേശൻ സാറ് ഇങ്ങനെ ഒരിക്കൽ ചോദിച്ചപ്പോഴാണ് നമ്മൾ ഓട്ടംതുള്ളൽ പ്രിഫർ ചെയ്തത്. ഓട്ടംതുള്ളലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നർമ്മരസ പ്രധാനമാണ്. സമൂഹത്തിലെ എന്ത് വിഷയത്തെയും നമുക്ക് വിമർശിക്കാൻ കഴിയും. സമൂഹത്തിലെ പ്രശ്നങ്ങളെ നമുക്ക് ജനങ്ങളിലേക്ക് വളരെ ലളിതമായ ഭാഷയിൽ എത്തിക്കാൻ കഴിയും. അപ്പൊ അതുകൊണ്ടാണ് ഓട്ടംതുള്ളൽ തിരഞ്ഞെടുത്തത്. പിന്നെ അത് മാത്രമല്ല, ഈ വേഷഭംഗി കൊണ്ട് പുതിയ തലമുറ ശരിക്കും പലരും, ഞാൻ ഇത്രയും എക്സ്പീരിയൻസ് എനിക്ക് മനസ്സിലായത്, ഒരു 90% കുട്ടികൾ ഓട്ടംതുള്ളലൊന്നും കണ്ടിട്ടില്ല. അപ്പൊ അവർക്ക് ഈ വേഷഭംഗിയും ഇതിന്റെ ചില ചേഷ്ടകളൊക്കെ കാണുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ വളരെ ലളിതമായ ഭാഷയിൽ നമ്മുടെ സമൂഹത്തിലേക്ക് ലഹരിക്കെതിരായ സന്ദേശം എത്തിക്കാനുള്ള ഒരു ഒറ്റയാൾ പോരാട്ടമാണ് ശരിക്കും പറഞ്ഞത്. ശരി, എല്ലാവിധ ആശംസകളും. അതേപോലെ നമ്മുടെ ചാനലിനെ കുറിച്ച് സാറ് ഒരു അഭിപ്രായം? കട്ട് ചെയ്താണോ? അല്ലൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. നമ്മള് ഇങ്ങനത്തെ ഒരു വ്യത്യസ്തമായിട്ട് ഇന്ന് പലരും പല രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഒരു കലാരൂപമായിട്ട് വന്നിട്ട് ഇതുപോലെ ലഹരി വിമുക്തമായ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ലഹരി വിമുക്തമായ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കും. പണച്ചെലവുകളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം ഈ ഒരു സാറിന്റെ എഫേർട്ടിനെ ഞങ്ങൾക്ക് മാനിക്കാതിരിക്കാൻ പറ്റില്ല. GCD ന്യൂസ് എന്ന് പറയുന്ന ഇന്റർനാഷണൽ ചാനലാണ്. അപ്പൊ ഇങ്ങനെ ഒരു അറിവ് കേട്ടപ്പോൾ ഞങ്ങള് പെട്ടെന്ന് സാറിനെ സമീപിക്കുകയും കാണണമെന്ന് വിചാരിക്കുകയും ഈ ഒരു അവസരത്തിൽ ഇവിടെ ഒന്ന് സാറിനെ കാണാൻ ഞങ്ങൾ ഞങ്ങളുടെ എളിയൊരു ആദരവ് നൽകാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അത് സാറ് സ്വീകരിക്കണം. അപ്പൊ ഇതൊന്നും നമ്മൾ പ്രതിഫലമായി കണക്കാക്കുകയല്ല. സാറിന്റെ ഈ ഒരു എഫേർട്ടിന് ജീവിതത്തില് അല്ലെങ്കിൽ ഈ ജനസമൂഹത്തിന്, ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഒരു പ്രചോദനമായിട്ട് അല്ലെങ്കിൽ അവർക്കൊരു വഴിത്തിരിവായിട്ട് മാറാൻ വേണ്ടിയിട്ട് സാറിന്റെ പ്രവർത്തനം വളരെയധികം നന്മയുണ്ടാകട്ടെ എന്നാണ് ഞങ്ങളുടെ ആശംസ. ഒരുപാട് ഒരുപാട് നന്ദി. കല എന്ന് പറയുമ്പോൾ ഈ വേഷവിധാനങ്ങളും ഇതിനെല്ലാം ചെലവുകൾ വരുന്നുണ്ട്. ഇതിന് ചിലപ്പോ ഒരു ആളിനെ കൂടെ കൊണ്ടുവരേണ്ടി വരും. ഇങ്ങനെയുള്ള സാഹചര്യമുള്ള ആള്. അപ്പൊ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും എല്ലാം പണം ചെലവുണ്ട്. ഇതൊക്കെ സാർ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത്
അത്യാവശ്യം നല്ല ചെലവുള്ള ഒരു സംഭവമാണ് ഓട്ടം തന്നെ. കാരണം നമ്മുടെ ഈ വേഷം, അതിന്റെ മേക്കപ്പ്, കച്ചൊരുക്കല് എല്ലാം നല്ല ചെലവുള്ള. അതോടൊപ്പം നമുക്ക് വാഹനം, കാറിൽ ഇത് പോകാൻ പറ്റും. നമ്മുടെ ഈ വേഷം എല്ലാം ആയിട്ട് പോകണമെങ്കിൽ നമ്മളിപ്പോ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അവതരിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ വേഷത്തിൽ പോകണമെങ്കിൽ അത് വാഹനത്തിൽ പോകാനൊക്കെ ഉണ്ട്. നമ്മൾ ശരിക്കും പരിപാടി ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് സൗജന്യമായിട്ടൊരു സേവനമായിട്ട് ചെയ്യണം. ഇത് എറണാകുളം ജില്ലയിലെ വിമുക്തി മിഷന്റെ പ്രോഗ്രാമാണ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോഗ്രാമാണ്. അപ്പൊ ഇത് പരിപാടി സൗജന്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മള് സമീപിക്കുന്ന ആൾക്കാർ വാഹനം നമുക്ക് ലഭ്യമാക്കി തരികയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. കാരണം എന്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ മുടക്കിയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു വാഹന സൗകര്യം മാത്രം തന്നാൽ മതി. നമ്മള് പരിപാടി എവിടെ വേണമെങ്കിലും കേരളത്തിൽ എവിടെ വേണമെങ്കിലും വന്ന് ചെയ്തു തരും. GCD ന്യൂസ് ചാനലിനെ കുറിച്ച് സാറിന് എന്താണ് അറിയാം? GCD ന്യൂസ് ചാനൽ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ശരിക്കും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരു നല്ല ചാനലാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പൊ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി നടത്തുന്ന ഈ എളിയ കലാകാരനെയും ഈ ചാനലിലൂടെ പരിചയപ്പെടുത്താൻ നിങ്ങൾ മുന്നോട്ട് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. GCD ചാനലിന് എല്ലാവിധ ആശംസകളും അറിയിക്കും. സാറിന്റെ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ഉടനീളം ഞങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും. എല്ലാ നന്മകളും സക്സസ് ഉണ്ടായിരുന്നു. താങ്ക് യു. വളരെ സന്തോഷം. കുട്ടികളെ നമ്മുടെ ചുറ്റുപാടുകളെ എങ്ങനെ കൊണ്ടുപോകാവുന്നത് വളരെ ലളിതമായി തന്നെയാണ് സാർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ പ്രോഗ്രാം GCDA ന്യൂസ് എന്നൊരു ചാനൽ ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷൂട്ട് ചെയ്യാൻ നമ്മുടെ ജയകുമാർ ചേട്ടൻ, രാമേന്ദ്രൻ ചേട്ടൻ ആലപ്പുഴയല്ല, മുഴുവൻ പരിപാടികളും കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം കുറച്ചുകൂടെ നമുക്ക് ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഓട്ടംതുള്ളൽ കലാകാരൻ നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥൻ ജയരാജ് സാർ എത്തിച്ചേർന്നിരിക്കുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ GCD ന്യൂസിന്റെ ജയകുമാർ ചേട്ടനും രാമേന്ദ്ര ചേട്ടനെയും ക്ഷണിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ശിവശക്തി YSS തിരുവിഴ ചേർത്തലത്തേക്ക് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ലഹരി ബോധവൽക്കരണ ക്യാമ്പയിനിൽ GCD ന്യൂസ് ചാനലിലും പങ്കുചേരാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വരാനുണ്ടായ പ്രചോദനം നമ്മുടെ ജയരാജ് സാറ് ഇതുപോലുള്ള ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് ഇവിടെ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ലഹരി വിമുക്ത പ്രവർത്തനങ്ങളുമായിട്ട് മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം അദ്ദേഹത്തെ ഏത് രീതിയിലും അത് കാണണമെന്നും അദ്ദേഹത്തെ ഞങ്ങളുടെ ന്യൂസ് ചാനലിന്റെ പേരിൽ ആദരിക്കണമെന്നും അതിയായ മോഹമുണ്ടായി. അതിന്റെ ഒരു വെളിച്ചത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. അദ്ദേഹത്തെ ആദരിക്കാൻ ഒരു അവസരം ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. ഈ ക്ലബിന് ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നടത്തി ബോധവൽക്കരണ പരിപാടികൾ ഇന്ന് ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിനുള്ള ഒരു ചുമതല ഏറ്റുകൊണ്ട് ഇങ്ങനെ നടത്തുന്ന ഈ ബോധവൽക്കരണ പരിപാടി ഇനി മേലിലും അവസരങ്ങൾ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ഈ ദേശത്തെ നാട്ടിലുള്ള കുട്ടികളെയും എല്ലാം ബോധവൽക്കരണത്തിൽ കൂടി ഉദ്ധരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. നമ്മുടെ അടുത്തായി നമ്മുടെ ജയരാജ് സാറിന്റെ ഓട്ടംതുള്ളലാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് കുട്ടികളെ നമ്മൾ പൊതുപരിപാടികളിലൊക്കെ കൊണ്ടുവരണം. എന്നാലേ അവരത് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ ഈ വിപത്തിനെതിരെ പോരാടുകയും. പണ്ട് ഒരാൾ പറഞ്ഞ വാചകം ഞാനിങ്ങനെ ആലോചിച്ചു പോവുകയാണ്.
ഒരാൾ 20 വയസ്സ് വരെ കുറെ കാര്യങ്ങളെല്ലാം പഠിച്ച ലോകത്തെ പറ്റി. 20 വയസ്സായപ്പോഴാണ് പറഞ്ഞ ലോകത്തെ നന്നാക്കാം എന്ന് പറഞ്ഞിറങ്ങി. അയാളൊരു 10 വർഷം ലോകത്തെ നന്നാക്കാൻ നടന്നു, മടുത്തു. അത് കഴിഞ്ഞപ്പോ പറഞ്ഞു ഇനി നമ്മുടെ രാജ്യം നന്നാക്കാം. അപ്പൊ ഒരു 10 വർഷം കൂടി പോയി, നടന്നില്ല. 40 വയസ്സായി. അന്നേ നമ്മുടെ സംസ്ഥാനമെങ്കിലും നന്നാക്കിയേക്കാം. വീണ്ടും 10 വർഷം പോയി, 50 വയസ്സായി. ഇനി ജില്ല നോക്കാന്നായി, കുറച്ചുകൂടി ചുരുങ്ങിയ ഏരിയയാണ്. അപ്പൊ 60 വയസ്സായി. എന്താണ് അന്നേപ്പിട്ട് നമ്മുടെ പ്രദേശം ഒന്ന് നന്നാക്കാൻ നേരിടും. ക്രിയന്മാരായി കഴിയുന്നതോർക്കുമ്പോൾ സോദരരെ ചില പരമാർത്ഥങ്ങൾ ചൊല്ലും തീരും. പരിഭവമേ സോദരരെ ചില പരമാർത്ഥങ്ങൾ ചൊല്ലും തീരും. ദൈവത്തിന്റെ സ്വന്തം നാട്